ഞാൻ വന്നപ്പോഴത്തേന് അമ്മ നാരങ്ങ അല്ലയോ നാരങ്ങയുടെ എല്ലാം കലക്കി അങ്ങ് വെച്ച് ഇത് ഇത്രയും ചാറ് വെള്ളം വെച്ച് ഇതെന്തിനാ ഇത്രയും ഇതിന്റെ പേര് മറന്നു പോകുന്നില്ല. ഉറക്കത്തിൻ്റെ ഇതായതുകൊണ്ട് ഇതിന്റെ പേര് മറന്നു. നാരങ്ങ ഇത്ര എന്തിനാ? കുറേ നാരങ്ങയാണ് ചാറ്. അയ്യോ എൻ്റെ കൈ മൊത്തം ചാറ് കണ്ടിട്ട് കൊതി വരുന്നു. ചോറിനുള്ള കറിയാണ് ബീഫിന്റെ ചാറ്. ബീഫിന്റെ ചാറ് അയ്യോ എന്തിനാ എനിക്ക് ഒഴിക്കണ്ട തുറച്ച് ചൂടാ. ഉപ്പിട്ടിട്ടില്ല. കായം, വെളുത്തുള്ളി, ഇഞ്ചി, കടുക് പരിപ്പ്, ഉലുവപ്പൊടി. കുറേ നേരമായോ? ഇതിന് എന്ത് ചെയ്യണം? വറ്റണോ? ഇത്ര ഇടാല്ലേ? ഇത്ര നാരങ്ങ ഇടാല്ലേ? കുറച്ച് നാരങ്ങ തട്ടു. തീ കുറച്ച്. എൻ്റെ ബുദ്ധിയല്ലല്ലോ എൻ്റെ ബുദ്ധി. കുറച്ച് നാരങ്ങ തട്ട്. എന്തിനാ തട്ടുന്നേ? കുറച്ച് ഇടാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മുളക് പൊടിയാന്നറിയാമോ? കയ്പ മുളക് പൊടി. കയ്പൊന്നുമില്ല മോനെ. പുതിയ മുളക് പൊടി അന്ന് നീ വാങ്ങിക്കൊണ്ടുവന്ന് മുളക് പൊടി. അതാ ചോദിച്ചേ. അയ്യോ അപ്പം അത് കഴിക്കത്തില്ലേ? 2 മുളക് പൊടിയും കൂടെ ചേർത്ത്. ഒന്നത് നാരങ്ങയുടെ കയ്പ്. ഒന്ന് പറയണേ ഇതിന് കയ്പുണ്ടോ ഇല്ലയോ ഒന്ന് നീ. ഗ്യാസ് കുറച്ച് വെച്ച തീ കുറച്ച് വെക്കുമോ? ഏത് കാലത്ത് ഇത് തീരും? അത് ഇത്രയും നാരങ്ങ എന്തിനായിരുന്നു? കുറച്ച് ഉണക്കി വെക്കത്തില്ലായിരുന്നു? നാരങ്ങ പച്ചനാരങ്ങ ഉണക്കി വെക്കത്തില്ലായിരുന്നു? ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ അതിനകത്തിലായിരുന്നു. ബിരിയാണി കുറച്ച് നാരങ്ങ ഇരിപ്പുണ്ട്. മന്തി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ബിരിയാണിക്കകത്തിരുത്തില്ലേ? മന്തിക്കകത്തില്ലേ നാരങ്ങ? ബിരിയാണിക്കകത്തിരുന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പിഴിഞ്ഞ് നീരൊഴിക്കാം. മന്തി ബിരിയാണിക്കകത്തോ? എന്തുവാ ഇത്? മറ്റേ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നു. ചോറിലൊന്നും ആരേൽ ബിരിയാണി പൊട്ടമ്മ. ഈ അമ്മയെ ആരും ബിരിയാണി വെക്കാതെ ഏൽപ്പിക്കാതിരിക്കുന്നത് നല്ലത്. എനിക്കറിയത്തില്ല അമ്മയുടെ ബുദ്ധി. എനിക്കറിയത്തില്ല. തീ കുറച്ചിട്ട് വെക്കണം. ഇങ്ങനുണ്ട്. കാണാൻ രസമുണ്ട്. കൊള്ളാവോന്ന് ഇനി അറിയത്തില്ല. അത് ശരി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇല്ല. ഇതെന്റെ പ്രത്യേകത നാരങ്ങാച്ചാറ് മാങ്ങാച്ചാറായിട്ട് തോന്നി. നാരങ്ങ ഞാൻ പറ. നാരങ്ങ ഞാൻ എങ്ങനെ മുറിച്ചേക്കുന്നു? രണ്ടായിട്ട്. ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. രണ്ടായിട്ടാ മുറിച്ചത്. കണ്ടില്ലായിരുന്നു? ഇല്ല, എപ്പോഴാ ശ്രദ്ധിച്ചു. രണ്ടായിട്ടാ മുറിച്ചെന്ന് പറയത്തില്ല. ഓ രണ്ടായിട്ടതാ. ചെറിയ നാരങ്ങ അല്ലായിരുന്നോ? എളുപ്പപ്പണിക്ക് ചെയ്തത് രണ്ടായിട്ട് മുറിച്ചിട്ട്. അല്ലെങ്കിൽ 4ആയിട്ട് മുറിക്കാനല്ല. അതുകൊണ്ട് എത്ര നേരം കുത്തിയിരുന്ന് അരിയാൻ എനിക്ക് പാടാ. അതാ ഞാൻ വന്ന എളുപ്പപ്പണി. ഉപ്പിട്ടോ ഇത്? ഉപ്പ് നോക്കിയിട്ട് നോക്ക്. അമ്മ നോക്കുന്ന ഉപ്പ് നോക്കും. അവിടെ വെക്കത് ഒന്ന് പിടിച്ചോട്ടത്. ചാറിപ്പോ ഉപ്പുണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? സ്വന്തമായിട്ട് വെച്ചിട്ട്. ഉപ്പില്ലേ? ഇതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ഉപ്പാ. അതുകൊണ്ട് അതിൽ ഉപ്പ് ഗ്രേവിക്ക് ഉപ്പിട്ടിട്ടില്ലെന്ന്. കുറേ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെയും പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത്ര ഉപ്പിടാൻ പോന്നോ? സംഭവം നാരങ്ങയല്ലേ മതി. ഭയങ്കര ഉപ്പായിരിക്കും.
പരിപ്പും പപ്പടം. അച്ചാറും പരിപ്പും പപ്പടവും. അച്ചാറും പരിപ്പും പപ്പടം. ചോറില്ലെന്ന്. ഉപ്പുണ്ടായില്ലേ അത്? എനിക്ക് തോന്നുന്നു ഉപ്പുണ്ടെന്ന്. ഇച്ചിരി ഷുഗർ മുന്നിലാണോ എന്നൊരു സംശയം ഇല്ലാഴികയില്ല. ഉപ്പായിട്ടിരുന്നതിന് മുമ്പേ അത് കഴിഞ്ഞിപ്പോൾ രണ്ടാമത് ഉപ്പിട്ട് വെച്ച്. മിച്ചം എണീക്കുമ്പോൾ ചോദിക്കുന്നത് അത് ഉപ്പാന്നോ ഷുഗറാണോ കേട്ടോ. ഒന്നും ചെയ്യണ്ട, അങ്ങനെ കിടന്ന് ലേശം ഉപ്പൊടിട്ടെ ഇട്ടതാ. എന്നാലും ഇപ്പം സൂപ്പറായി. എന്തോ അച്ചാറ് അച്ചാറല്ല ഗ്രേവി. അമ്മ ഇളക്കിയതാരാ? ഞാൻ. അതൊന്ന് ശരിയായിക്കോളിക്കുന്നു. നാളെ നേരം വിളിക്കുമ്പോൾ ഇവൻ സെറ്റ്. നാളെ നേരം വിളിക്കുമ്പോൾ ഉരുളിക്കകത്ത് കാണത്തില്ല, അമ്മ തിന്നു തീർക്കും മൊത്തം. അല്ല, നാളെ നേരം വിളിക്കുമ്പോൾ ഇവൻ ഇച്ചിരി ഗ്രേവി ഇട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. കൈ മൊത്തം സ്കെച്ച് മിച്ചം എഴുതി പഠിച്ചതാ. ഇപ്പോൾ ഉപ്പുണ്ട്. ഉപ്പുണ്ടെന്ന് എനിക്കറിയാം. വാട്സപ്പിലോട്ട് എടുത്തിടുക, ആരെങ്കിലുമൊക്കെ വന്നോളൂ. ഇത്ര ഉള്ളല്ലോ അമ്മ. കൊന്നി മാറി. ഞങ്ങൾ അച്ചാർ റെഡിയായി. അമ്മാടെ അച്ചാർ. ഇതാണ് അമ്മാടെ അച്ചാർ. അമ്മ അറിയില്ല, ബീഫ് കറി കണക്കിരിക്കുന്നു കാണുമ്പോൾ.